അമിത്ഷായ്ക്ക് പിന്നാലെ കേന്ദ്ര വനമന്ത്രി കൂടി സർക്കാരിനെതിരെ രംഗത്തെത്തിയതോടെ പിണറായി വിജയൻ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ കൂടി കയ്യിലെടുത്ത് പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനാണ് നീക്കം. ഖനനം നിർത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും അതിന് തയ്യാറാകാതെ വയനാടിനെ ദുരിതക്കയത്തിലാക്കിയത് കേരളമാണ് എന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് രംഗത്തെത്തിയത് ഇന്നലെയാണ്. അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് നേരിടുന്നത് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകി. വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല. നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാക്കേണ്ടതുണ്ട് എന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ ANIയോട് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെയാണ് ഇവിടെ നിയമവിരുദ്ധമായി മനുഷ്യവാസം നടത്തുന്നത്. ഈ മേഖലയിൽ അവർ കയ്യേറ്റങ്ങൾ അനുവദിച്ചു. ഇത് വളരെ സെൻസിറ്റീവായ മേഖലയാണ്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേന്ദ്രം പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ ഇവിടെ അനധികൃത കയ്യേറ്റവും ഖനനവും നടക്കുന്നുണ്ട്. ഇക്കോ സെൻസിറ്റീവ് സോണുകൾക്കായി കേരള സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കണം. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് സഞ്ജയ് കുമാറിന് നൽകണം. ദീർഘനാളുകളായി ഈ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാരിനുള്ള മരണ സർട്ടിഫിക്കറ്റാണ് ഭൂപേന്ദ്ര യാദവിന്റെ വാക്കുകൾ. പശ്ചിമഘട്ടത്തിലെ 56,825.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള 5ാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. 6 സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിൽ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയടക്കം 13 വില്ലേജുകൾ കൂടിയാണെന്ന് കരടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കരട് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ 60 ദിവസത്തിനുള്ളിൽ അറിയിക്കണം. പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന 6 സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിലും ഖനനം, ക്വാറികളുടെ പ്രവർത്തനം, മണലെടുപ്പ് തുടങ്ങിയവയ്ക്ക് സമ്പൂർണ്ണ നിരോധനം ഉണ്ടായിരിക്കണം. വയനാട് മാനന്തവാടി താലൂക്കിലെ പേരിയ, തിരുനെല്ലി, തൊണ്ടർനാട്, തിരുശ്ശില്ലേരി, സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട്, നൂൽപ്പുഴ, വൈത്തിരി താലൂക്കിലെ അച്ചൂരാനം, ചുണ്ടേൽ, കോട്ടപ്പടി, കുന്നിത്തിടവക, പൊഴുതന, വരിയോട്, വെള്ളരിമല എന്നീ 13 വില്ലേജുകളാണ് പട്ടികയിലുള്ളത്. എറണാകുളത്തെ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ, ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ 14 വില്ലേജുകളും, ഇടുക്കി താലൂക്കിലെ 9 വില്ലേജുകളും, പീരുമേട് താലൂക്കിലെ 8 വില്ലേജുകളും, തൊടുപുഴ താലൂക്കിലെ 2 വില്ലേജുകളും, ഉടുമ്പുചോല താലൂക്കിലെ 18 വില്ലേജുകളും പട്ടികയിലുണ്ട്. ഇരിട്ടി താലൂക്കിലെ 2 വില്ലേജുകളും, തലശ്ശേരി താലൂക്കിലെ 1 വില്ലേജും, പത്തനാപുരം താലൂക്കിലെ 2 വില്ലേജുകളും, പുനലൂർ താലൂക്കിലെ 6 വില്ലേജുകളും പട്ടികയിലുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ കൂട്ടിക്കൽ വില്ലേജ്, മീനച്ചിലിലെ 3 വില്ലേജുകൾ, കൊയിലാണ്ടിയിലെ 2 വില്ലേജുകൾ, താമരശ്ശേരിയിലെ 6 വില്ലേജുകൾ, വടകരയിലെ 2 വില്ലേജുകൾ, നിലമ്പൂരിലെ 11 വില്ലേജുകൾ, ആലത്തൂരിലെ 1 വില്ലേജ്, അട്ടപ്പാടിയിലെ 6 വില്ലേജുകൾ, ചിറ്റൂരിലെ 3 വില്ലേജുകൾ, മണ്ണാർക്കാടിലെ 1 വില്ലേജ്, പാലക്കാടിലെ 3 വില്ലേജുകൾ, കോന്നിയിലെ 4 വില്ലേജുകൾ, റാന്നിയിലെ 3 വില്ലേജുകൾ, കാട്ടാക്കടയിലെ 4 വില്ലേജുകൾ, നെടുമങ്ങാട്ടെ 3 വില്ലേജുകൾ, ചാലക്കുടിയിലെ 2 വില്ലേജുകൾ എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്.